നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. പ്രാർത്ഥന തുറക്കാത്തതിനെ തുറക്കും, അത് അസാധ്യത്തെ സാധ്യമാക്കും. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് പ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ എബ്രഹാമിൻ്റെ വിശ്വാസ സാക്ഷ്യം പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരുന്നു. സാധുവായ ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടിയാണ് അദ്ദേഹത്തെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്ന വിശ്വാസ സാക്ഷ്യം പതിനായിരങ്ങൾക്കാണ് പ്രചോദനമായിരിക്കുന്നത്. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷവും മിഷണറിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂറോപ്യൻ പോലീസിൻ്റെ മോട്ടോർ സൈക്കിൾ പര്യടനവും പോയ വാരത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു. വിശ്വാസദാർഢ്യമുള്ള വിവാഹിത പുരുഷന്മാർക്ക് തിരുപ്പട്ടം നൽകണമെന്ന നിർദ്ദേശം സംബന്ധിച്ച വിഷയത്തിൽ പാപ്പയുടെ മറുപടിക്കായി ലോകം കാതോർത്തിരുന്നതും പോയ വാരത്തിലായിരുന്നു. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും അമേരിക്ക നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഭാഷണവും പോയ വാരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഭാരത മെത്രാൻ സമിതിയുടെ 34ാമത് പ്ലീനറി സമ്മേളനവും നടന്നത് പോയ വാരത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. പ്രശസ്തനായ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ എബ്രഹാമിൻ്റെ വിശ്വാസ സാക്ഷ്യം പോയ വാരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സാധുവായ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടിയാണ് അദ്ദേഹത്തെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ പ്രശസ്തനായ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ എബ്രഹാം തനിക്ക് ലഭിക്കാൻ പോകുന്ന വിലപ്പെട്ട അവാർഡ് വാങ്ങുവാൻ തന്റെ നഗരത്തിൽ നിന്നും അവാർഡ് ഒരുക്കിയിരിക്കുന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനും അതിലുപരി ആകാംക്ഷഭരിതനുമായിരുന്നു. ഒരു ഫ്ലൈറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലം അടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതായി വന്നു. തനിക്ക് ലഭിക്കേണ്ട മഹത്തായ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എയർപോർട്ടിനുള്ളിൽ തന്നെ അദ്ദേഹം ആ നഗരത്തിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് 10 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് അറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി. എങ്കിലും പിന്മാറുവാൻ തയ്യാറായില്ല. ഡോക്ടർ എയർപോർട്ടിന് പുറത്തുപോയി ഒരു കാർ വാടകയ്ക്കെടുത്ത് യാത്ര തുടങ്ങി. പക്ഷെ കുറച്ചുനേരം യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി. അതിശക്തമായ മഴയും കാറ്റും ഡോക്ടറിന്റെ യാത്രയെ ദുർഘടമാക്കി. അങ്ങനെ ഡോക്ടർക്ക് പോകേണ്ട വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്ങനെ ആ യാത്ര അദ്ദേഹത്തെ വളരെയേറെ തളർത്തുകയും അതിലുപരി അദ്ദേഹത്തിന് വളരെയധികം വിശക്കുകയും ചെയ്തു. അല്പം ആഹാരത്തിനു വേണ്ടി അദ്ദേഹം മനുഷ്യവാസമുള്ള ഒരു ഭവനം തിരഞ്ഞു നടന്നു തുടങ്ങിയപ്പോൾ ഒരു ചെറിയ കുടിൽ കാണുവാൻ സാധിച്ചു. ആ കുടിൽ ലക്ഷ്യം വെച്ച് നീങ്ങി. കുടിലിന്റെ വാതിലിൽ ചെന്ന് മുട്ടി. അപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഡോക്ടർ തന്റെ അവസ്ഥയെക്കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു സന്ദേശം നിങ്ങളുടെ ഫോണിലൂടെ നാട്ടിലെത്തിക്കണമെന്നും അവരോട് പറഞ്ഞു. എന്നാൽ ആ ഭവനത്തിൽ അതിനുള്ള സംവിധാനം ഇല്ലായിരുന്നു. ആ സ്ത്രീ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തന്റെ വീട്ടിൽ താമസിച്ചു കൊള്ളുവാൻ. അതിനുശേഷം അവർ ഡോക്ടർക്ക് ഭക്ഷണവും പാനീയവും കൊടുത്തു. എന്നിട്ട് അവൾ അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു, എന്റെ പ്രാർത്ഥനാ സമയമാണ് ഇപ്പോൾ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്കൾക്കും താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിന് അദ്ദേഹം വിസമ്മതം കാട്ടിയിട്ട് വിശ്രമിച്ചു. സ്വന്തം കഠിനാധ്വാനത്തിലും കഴിവിലും മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിലും ദൈവത്തിലും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാൾ. ഡോക്ടർ പുറത്ത് ഒരു ചെറിയ കസേരയിലിരുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന പാനീയവും കുടിച്ച് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അരികിലിരുന്നായിരുന്നു ആ സ്ത്രീ പ്രാർത്ഥിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ ആ ഡോക്ടർക്ക് ഈ സ്ത്രീ എന്താവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായി. ഒരിക്കലെങ്കിലും ആ സ്ത്രീയുടെ പ്രാർത്ഥന കേട്ടോ എന്ന് ചോദിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ അവളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളോട് അദ്ദേഹം കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞ് ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് മരണത്തെ കാത്തു കിടക്കുകയാണ്. ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എബ്രഹാം എന്നൊരു ക്യാൻസർ രോഗവിദഗ്ധനെ നിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എന്റെ കയ്യിൽ ആ ഡോക്ടറിനെ പോയി കാണുവാനുള്ള പണമോ
അവിടെ വരെ യാത്ര ചെയ്യാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് പോയില്ല. എന്നിട്ട് അവൾ അദ്ദേഹത്തോടായി പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ഞാൻ സദാസമയവും ദൈവത്തോട് ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് മറുപടി ലഭിച്ചില്ല. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ സ്തംഭിച്ച് മൗനമായി അല്പസമയം നിന്നുപോയി. അദ്ദേഹത്തിന്റെ ഉള്ള് വിതുമ്പിപ്പോയി. എന്നിട്ട് അറിയാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവം ശ്രേഷ്ഠനാണ്. എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീയോട് തനിക്ക് സംഭവിച്ചതെല്ലാം പറയാൻ തുടങ്ങി. തന്റെ ഫ്ലൈറ്റ് കേടായതും കാറ് വാടകയ്ക്കെടുത്തതും കാലാവസ്ഥ പ്രതികൂലമായതും വഴിതെറ്റിപ്പോയതും എല്ലാം ഞാൻ ഇവിടെ എത്തുവാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമുക്ക് മുകളിൽ ഇരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുവെന്ന് ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അമ്പരന്നു പോയി ആ സ്ത്രീ. തന്റെ കഴിവിലും അധ്വാനത്തിലും ഈ ലോകത്തിലും കുടുങ്ങിക്കിടക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവന്ന് നിസ്സഹായരായ അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ശക്തമായ പ്രാർത്ഥനയാണ്. അതൊരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന തുറക്കാത്തതിനെ തുറക്കും. അത് അസാധ്യം എന്ന് തോന്നുന്നത് സാധ്യമാക്കും. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആഗോള സഭ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം ആചരിച്ചു. ഫ്രാൻസിലെ ലൂർദിൽ വിശുദ്ധ ബർണദീത്തയ്ക്ക് ലഭിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ അനുസ്മരണാർത്ഥമായിരുന്നു തിരുനാൾ ആചരണം. 1858 ഫെബ്രുവരി 11 ജൂലൈ 16 ഇടയിൽ 18 തവണയാണ് 13കാരിയായിരുന്ന ബർണദീത്തയ്ക്ക് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായത്. താൻ അമലോദ്ഭവയാണ് എന്നായിരുന്നു പരിശുദ്ധ മറിയം സ്വയം വെളിപ്പെടുത്തിയത്. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ ലൂർദ് തീർത്ഥാടകരുടെ ആകർഷണ കേന്ദ്രമായി മാറുകയായിരുന്നു. 1907 വിശുദ്ധ പിയൂസ് 10 പാപ്പ ലൂർദിലെ പ്രത്യക്ഷീകരണങ്ങളുടെ അനുസ്മരണാർത്ഥം ലൂർദ് മാതാവ് എന്ന നാമധേയത്തിൽ ആഗോള സഭയിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ വണക്കത്തെ അംഗീകരിച്ചു. ബർണദീത്തയെ 1933 പിയൂസ് 11 പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയും എമിറേറ്റസ് ബെനഡിക്റ്റ് പാപ്പയും ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ലൂർദ് മാതാവിന്റെ സന്നിധിയിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നേടുന്നത്. കത്തോലിക്ക വിശ്വാസത്തിന്റെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ലൂർദ്. ഒരു നൂറ്റാണ്ടിലധികം പിന്നിട്ട വിശുദ്ധ ബർണദീത്തയുടെ മൃതദേഹം ഇന്നും അഴുകാതെ നിലകൊള്ളുന്നതും ശാസ്ത്രീയ ലോകത്തിന് വിസ്മയമായി നിലകൊള്ളുകയാണ്. മൊബൈൽ ഉപയോഗിച്ച് ജപമാല ചൊല്ലാൻ വത്തിക്കാനിൽ നിന്നും പുതിയ മൊബൈൽ ആപ്പ്. ക്ലിക്ക് ടു പ്രേ ഇ റോസറി എന്ന മൊബൈൽ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വത്തിക്കാൻ 2019 ഒക്ടോബറിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി ഡിജിറ്റൽ ജപമാല അവതരിപ്പിച്ചിരുന്നു. കുരിശു വരച്ച് ആക്ടിവേറ്റ് ചെയ്യാവുന്ന സംവിധാനമായിരുന്നു ഇത്. ബ്ലൂടൂത്തിലൂടെ ഇതൊരു സെൽഫോണിലേക്കും ആപ്പിലേക്കും ലിങ്ക് ചെയ്യാൻ കഴിയും. സഭ ഒന്നടങ്കം ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ പ്രാചീന പ്രാർത്ഥന ഇങ്ങനെയൊരു നൂതന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് ഈ സംവിധാനം തയ്യാറാക്കിയ ലാ മാഷി കമ്മ്യൂണിക്കേഷൻസ് സിഇഒ ജുവാൻ ഡെല്ല ടോറെ പറഞ്ഞു. ക്ലിക്ക് ടു പ്രേ ഇ റോസറി എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഡിജിറ്റൽ ജപമാല ഇല്ലാതെയും ഇത് ഉപയോഗിക്കാൻ കഴിയും. 3 രീതിയിലാണ് ജപമാല ലഭ്യമാകുന്നത്: സാധാരണം, ധ്യാനാത്മകം, പ്രമേയപരം. സംഗീതവും ധ്യാനചിന്തകളും ഇതിലൂടെ പ്രദാനം ചെയ്യുന്നുണ്ട്. എത്ര ജപമാല ചൊല്ലിയെന്നും എത്ര സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചെന്നുമുള്ള കണക്കും ഇതിൽ ലഭ്യമാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഉപയോഗിക്കാവുന്ന 3 നിത്യപ്രാർത്ഥനകൾ കൂടി ഈ ആപ്പിലൂടെ ലഭ്യമാണ്. നേരത്തെ പ്രസിദ്ധീകരിച്ച പ്രാർത്ഥനകളും ഇതിൽ നിന്ന് ലഭിക്കും. ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ക്ലിക്ക് ടു പ്രേ ഇ റോസറി ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും പഴക്കമുള്ള ഈ മരിയൻ പ്രാർത്ഥനാ രീതിയിലേക്ക് യുവജനതയെ കൂടുതൽ ആകർഷിക്കാൻ ഈ ആപ്പ് ഉപയോഗപ്രദമാകും. സുവിശേഷ പ്രഘോഷണത്തിനും പാവപ്പെട്ടവരുടെയും പരിസ്ഥിതിയുടെയും സമഗ്ര പരിചരണത്തിനും പുതുവഴികൾ തേടിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ആമസോൺ മേഖലകൾക്കായുള്ള സിനഡാനന്തര അപ്പസ്തോലിക ഉദ്ബോധനം വത്തിക്കാൻ പുറപ്പെടുവിച്ചു. വിശ്വാസദാർഢ്യമുള്ള വിവാഹിത പുരുഷന്മാർക്ക് തിരുപ്പട്ടം നൽകണമെന്ന നിർദ്ദേശം സംബന്ധിച്ച് സിനഡാനന്തര ഉദ്ബോധനത്തിൽ പരിശുദ്ധ പിതാവ് തീർപ്പ് കൽപ്പിക്കുമെന്ന ശ്രുതി പരക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതേപറ്റിയുള്ള ഈ പേപ്പൽ രേഖയിൽ ഒരു പരാമർശവും ഇല്ല. ആമസോൺ മേഖലയിൽ വിവാഹിതരായവരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി പരിഗണിക്കാനുള്ള സിനഡ് തീരുമാനം ഒഴിവാക്കി പാപ്പയുടെ സിനഡാനന്തര രേഖ. ആമസോൺ സിനഡ് ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിശകലനങ്ങൾ ക്വറിത്ത ആമസോണിയ എന്ന പേരിൽ സിനഡാനന്തര രേഖയായി വത്തിക്കാൻ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമായത്. സിനഡ് നിർദ്ദേശം അംഗീകരിച്ച് ആമസോൺ മേഖലയിൽ വിവാഹിതർക്ക് വൈദികരാകാനുള്ള ശുപാർശ പാപ്പ അംഗീകരിക്കുമോ എന്നതായിരുന്നു ലോകം പ്രധാനമായും ഉറ്റുനോക്കിയിരുന്നത്.
എന്നാൽ ഇതിന് ക്വറീത്ത ആമസോണിയ മറുപടി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടുകൊണ്ടുള്ള യാതൊരുവിധ പ്രസ്താവനയും പാപ്പ അംഗീകരിച്ച സിനഡാനന്തര രേഖയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. 111 ഖണ്ഡികകളുള്ള ഈ പ്രബോധന രേഖ രണ്ടാം വത്തിക്കാൻ സിനഡ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക അനുരൂപണം സാർവത്രികമായി വിശേഷിപ്പിച്ച് ആമസോൺ മേഖലയിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്. വൈദികരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള ഭയാനകമായ കുറവിനെക്കുറിച്ച് പരാമർശിക്കുന്ന പാപ്പ പക്ഷേ അതിന് കുറുക്ക് വഴികളൊന്നും നിർദ്ദേശിക്കുന്നില്ല. അതിനു പകരം അൽമായ ദൗത്യത്തിന്റെ സാധ്യതകളിലേക്കാണ് അദ്ദേഹം വെളിച്ചം വീശുന്നത്. അൽമായർക്ക് ദൈവവചനം പ്രഘോഷിക്കാം, പഠിപ്പിക്കാം, സമൂഹങ്ങളെ കരുപിടിപ്പിക്കാം, ചില കൂദാശകൾ പരികർമ്മം ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് പൊഴിക്കുന്ന ധാരാളമായ കൃപകളെ അവർക്ക് വികസിപ്പിച്ചെടുക്കാം. ഇതൊക്കെയാണെങ്കിലും അൽമായ വിശ്വാസികൾക്കും സഭയ്ക്കും ലോകത്തിനും പരിശുദ്ധ കുർബാനയുടെ അർപ്പണം അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ദിവ്യബലിയുടെ അർപ്പണമാണ് സഭയെ സൃഷ്ടിക്കുന്നതെന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ വൈദിക ദൈവവിളികൾ കൂടുതലായി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുകാട്ടുന്നു. സിനഡ് നടത്തിപ്പിന്റെ ചുമതലക്കാരൻ കർദിനാൾ ഡോക്ടർ ലൊറെൻസോ ബൽദിസേരി, ആമസോൺ സിനഡിന്റെ സ്പെഷ്യൽ സെക്രട്ടറി കർദിനാൾ ഡോക്ടർ മൈക്കൽ സേർണി എന്നിവരും വത്തിക്കാൻ പ്രസ് ഓഫീസ് മേധാവികളും ചേർന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ഉത്ബോധനം പ്രകാശനം ചെയ്തത്. സുവിശേഷവൽക്കരണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും സിനഡാനന്തര രേഖയിൽ ചർച്ചയാകുന്നുണ്ട്. ലത്തീൻ സഭയിൽ വൈദികരാകുന്നവർ വിവാഹം ചെയ്യുന്നതിനോട് തനിക്ക് എതിർപ്പാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പരോക്ഷ ആവർത്തനമാണ് രേഖയിലും ഉള്ളത്. വർഷങ്ങളായി സഭ പിന്തുടരുന്ന വൈദിക ബ്രഹ്മചര്യം നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരരുതെന്ന് ആവശ്യപ്പെട്ടും പൗരോഹിത്യ ബ്രഹ്മചര്യം സംബന്ധിച്ചും എമിരറ്റസ് ബെനഡിക്ട് 16 പാപ്പയുടെ ലേഖനം ഉൾക്കൊള്ളിച്ച് വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാറ ബെനഡിക്ട് പാപ്പയോട് ചേർന്നെഴുതിയ തങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്നും എന്ന പുസ്തകം കഴിഞ്ഞ നാളുകളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുറത്തുവന്ന സിനഡാനന്തര രേഖയെ ഏറെ പ്രതീക്ഷയോടെയാണ് ആഗോള സഭ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത്. കാലിഫോർണിയയിലെ ഓറഞ്ച് രൂപതയിൽ വിയറ്റ്നാമി സമൂഹത്തിൻ്റെ ലാവാങ് മാതാവിൻ്റെ ആലയം ഒക്ടോബറിൽ സമർപ്പിക്കും. ആരാധനാലയത്തിലേക്കുള്ള 12 അടി ഉയരമുള്ള ലാവാങ് മാതാവിൻ്റെ രൂപത്തിൻ്റെ നിർമ്മാണം ഇറ്റലിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2019 പ്രശസ്തമായ കാലിഫോർണിയ കൗണ്ടിയിലെ ഓറഞ്ച് രൂപതയിൽ ആകർഷകമായ ക്രൈസ്റ്റ് കത്തീഡ്രൽ വിശ്വാസികൾക്കായി സമർപ്പിച്ചിരുന്നു. ടെലി സുവിശേഷകനായിരുന്ന ഡോക്ടർ റോബർട്ട് ഷുള്ളറിന്റെ കേന്ദ്രമായിരുന്ന ഓറഞ്ച് രൂപത വർഷങ്ങളായി സുവിശേഷത്തിന്റെ പ്രധാന ഇടമായിരുന്നുവെന്ന് ഓറഞ്ച് ബിഷപ്പ് കെവിൻ ബാൻ പറഞ്ഞു. So it's been a big landmark and a big center of faith really for many, many years. Well, that had to be rebuilt as well. And that is just finishing up right now. From pipes like this big to 9 feet. And those had all been in bad shape. So we sent the organ back to Padua here in Italy, where it was constructed anyway many years ago. So it was rebuilt, and then the process now ends in the process now of being voiced and tuned. വരാന്തങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ കത്തീഡ്രൽ ഭക്തർക്കായി തുറന്നു വയ്ക്കുന്നത്. ഇവിടുത്തെ വലിയ പൈപ്പുകൾ നന്നാക്കി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ലാവാങ് മാതാവിന്റെ 12 അടി ഉയരമുള്ള രൂപത്തിന്റെ നിർമ്മാണ പുരോഗതി നോക്കിക്കാണാൻ കഴിഞ്ഞ വർഷം ഓറഞ്ചിലെ സഹായമെത്രാനായ താങ് ടായ് ന്യൂയൻ ഇറ്റലി സന്ദർശിച്ചിരുന്നു. കന്യകാ മാതാവിന്റെ ആരാധനയുടെ പ്രാധാന്യം ഈയിടെ നടന്ന അഡ്ലിമിന സന്ദർശനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. 2020 ഒക്ടോബറിൽ ലാവാങ് മാതാവിന്റെ ആലയം തുറക്കുന്നത് ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് രൂപതയിലെ വിശ്വാസികൾ. സിറിയയ്ക്കും ചൈനയ്ക്കും വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥിച്ച് മാർപ്പാപ്പ. ചൈനയിലെ കൊറോണ രോഗബാധിതർക്കും രോഗത്താൽ മരിച്ചവരുടെ ആത്മശാന്തിക്കായും അവരുടെ കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. കൊറോണ രോഗം മൂലം 1000-ലധികം പേർ മരണമടഞ്ഞ സാഹചര്യത്തിലാണ് പാപ്പ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചത്. കൊറോണ രോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എത്രയും വേഗം കണ്ടുപിടിക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ പ്രതിവാര കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചു. അതേസമയം ചൈനയിലെ സ്ഥിതിഗതി വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇതുവരെ 1300-ലധികം ആളുകളാണ് കൊറോണ രോഗബാധയിൽ മരണപ്പെട്ടത്. 50,000-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊറോണ ഭീതിയിൽ കഴിയുന്ന ചൈനയിലെ ജനങ്ങൾക്ക് 6 ലക്ഷം മാസ്കുകൾ വത്തിക്കാൻ സംഭാവന ചെയ്തതും ശ്രദ്ധേയമായിരുന്നു. സിറിയയിലെ അതികഠിനമായ അവസ്ഥയും പാപ്പ ചൂണ്ടിക്കാട്ടി. മധ്യപൂർവേഷ്യ രാജ്യമായ സിറിയയിൽ ഇന്നും യുദ്ധഭീതിയിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചു പോകുവാൻ നിർബന്ധിതരാവുകയാണെന്ന് പാപ്പ പറഞ്ഞു. വർഷങ്ങളായി രക്തക്കറ പുരണ്ട
കുരുതിക്കളമാണ് സിറിയ. അതിനാൽ സിറിയൻ ജനതയ്ക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയും ഇരു രാജ്യങ്ങൾക്ക് വേണ്ടി പാപ്പ ആഗോള സമൂഹത്തിന്റെ പ്രാർത്ഥന തേടിയിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ നടന്ന പ്രതിവാര കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനെത്തിയത്. മിഷണറിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂറോപ്യൻ പോലീസിന്റെ മോട്ടോർ സൈക്കിൾ പര്യടനം പുരോഗമിക്കുന്നു. ദരിദ്ര മേഖലയിൽ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക മിഷണറിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെക്കേ അമേരിക്കയിലൂടെ മോട്ടോർ റാലി നടത്തുന്നത്. നിരവധി പോലീസുകാരാണ് ഈ ദൗത്യത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. 2000 ഇറ്റാലിയൻ പോലീസ് രൂപം നൽകിയ മോട്ടോ ഫോർ പീസ് എന്ന സന്നദ്ധ സംഘടനയാണ് മോട്ടോർ സൈക്കിൾ പര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. ചിലിയിൽ നിന്നും ആരംഭിച്ച പര്യടനം അർജന്റീന, ഉറുഗ്വേ, പരാഗ്വേ, ബൊളീവിയ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഏതാണ്ട് 9000-നടുത്ത് മൈൽ ദൂരമാണ് താണ്ടുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പുറമെ ഐക്യവും സൗഹൃദവും സാംസ്കാരികമായ പങ്കുവയ്ക്കലും ഈ പര്യടനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ചിലിയിലെത്തിയത് മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ 3 നഗരങ്ങളിലെ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും സന്ദർശിക്കുകയും സാന്റിയാഗോ അതിരൂപത സന്ദർശിച്ച് സെലസ്റ്റീനോ ആവോസ് മെത്രാപ്പൊലിത്തയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നേപ്പാളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടർമാർക്ക് മോട്ടോർ സൈക്കിൾ സംഭാവന ചെയ്യുക, കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന മെഷീന് വേണ്ട പണം സമാഹരിക്കുക, ആഫ്രിക്കയിലെ വിവിധ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കുക, ബൊളീവിയയിൽ അനാഥാലയം പണി കഴിപ്പിക്കുക തുടങ്ങിയവ സംഘടന മുൻ പര്യടനങ്ങളിൽ നടത്തിയ സേവനങ്ങളിൽ ചിലതാണ്. വത്തിക്കാന്റെ ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിക്കാസ്ട്രിയുടെ സഹകരണത്തോടെയാണ് മോട്ടോർ സൈക്കിൾ പര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മോട്ടോ ഫോർ പീസിന്റെ വൈസ് പ്രസിഡന്റായ സെലസ്റ്റീനോ സ്വാരസ് പറഞ്ഞു. ഈ മേഖലകളിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിതരെ സന്ദർശിക്കുവാനും ദരിദ്ര സാഹചര്യങ്ങളിൽ കഴിയുന്ന സമൂഹങ്ങളെ സഹായിക്കുകയുമാണ് പര്യടനത്തിന്റെ ലക്ഷ്യം. 2018 വത്തിക്കാൻ ഡിക്കാസ്റ്ററി സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞ് തെക്കേ അമേരിക്ക സന്ദർശിക്കുവാൻ മോട്ടോ ഫോർ പീസിനെ പ്രോത്സാഹിപ്പിച്ചത്. റഷ്യൻ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള വിഘടനവാദികൾ തടവിലാക്കിയ ഉക്രൈൻകാരുടെ മോചനത്തിനായി ഫ്രാൻസിസ് പാപ്പയുടെ സഹായം തേടി ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കയാണ് വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് സഹായ അഭ്യർത്ഥന നടത്തിയത്. ഉക്രൈൻ പ്രസിഡന്റിനെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് മുൻ ഹാസ്യനടൻ കൂടിയായ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫ്രാൻസിസ് പാപ്പ അല്പനേരം നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. വ്ളാഡിമിറിന്റെ ഭാര്യ ഒലേനയും പാപ്പയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ആടിനെ ആലേഖനം ചെയ്ത പോർസ്ലൈൻ ബൗളും രൂപങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകവും അവർ പാപ്പയ്ക്ക് സമ്മാനമായി നൽകി. ഒപ്പിട്ട സമാധാന സന്ദേശവും പൊന്തിഫിക്കൽ പുസ്തകങ്ങളും ഫ്രാൻസിസ് പാപ്പ പ്രസിഡന്റിന് നൽകി. സ്വകാര്യ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ തടവിലാക്കിയിരിക്കുന്നവരെ വിട്ടുകിട്ടാൻ ഫ്രാൻസിസ് പാപ്പ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകമെങ്ങും സമാധാനവും സൗഹാർദ്ദവും പുലരാനായി ഫ്രാൻസിസ് പാപ്പ കഴിയാവുന്നതെല്ലാം ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തു. പ്രാർത്ഥന അമേരിക്കയുടെ ശക്തിയെന്ന് ട്രംപ്. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും അമേരിക്ക നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഭാഷണമാണ് ശ്രദ്ധേയമാകുന്നത്. പ്രതിവർഷ ദേശീയ പ്രാർത്ഥനാ വിരുന്നിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. വാഷിംഗ്ടണിൽ പ്രതിവർഷം നടത്തപ്പെടുന്ന ദേശീയ പ്രാർത്ഥന വിരുന്നിലായിരുന്നു ട്രംപ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ശ്രേഷ്ഠതയെപ്പറ്റി വിശദീകരിച്ചത്. 3500-ലധികം പേരാണ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, വ്യവസായ രംഗങ്ങളിലെ പ്രമുഖർ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്ന വേദിയാണ് ദേശീയ പ്രാർത്ഥന വിരുന്ന്. ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനയും തങ്ങളുടെ രാജ്യത്തെ ദൃഢവും സുരക്ഷിതവുമാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. വിശ്വാസം നമ്മെ സ്വതന്ത്രരാക്കുമെന്നും പ്രാർത്ഥന നമ്മെ ശക്തരാക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ പൗരന്മാരുടെ പ്രാർത്ഥനയും വിശ്വാസവുമാണ് ഉള്ളതെന്ന് ട്രംപ് വിശദീകരിച്ചു. ദൈവമഹത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനുമായി അമേരിക്ക നിലകൊള്ളുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത് 2ാം പ്രാവശ്യമാണ് ദേശീയ പ്രാർത്ഥന വിരുന്നിൽ ട്രംപ് സംസാരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉടനെ നടക്കുമെന്ന സൂചനകൾ നൽകി CBCI പ്രസിഡന്റും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്ന ദേശീയ മെത്രാൻ സമിതിയുടെ 34ാമത് പ്ലീനറി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കർദിനാൾ ഗ്രേഷ്യസ് ഇക്കാര്യം അറിയിച്ചത്. സംവാദം സത്യത്തിലേക്കും ഉപവിയിലേക്കുമുള്ള പാത എന്നതാണ് സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയം. ഇന്ത്യയിലെ വത്തിക്കാൻ ന്യൂൻഷു ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജാംബത്തിസ്ത ദിക്കോത്രയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെ ആരംഭിച്ച സമ്മേളനം 19 വരെ നീളും. ദേശീയ മെത്രൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത്.
പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണെന്നും ഭാരതസഭയുടെ ആവശ്യത്തിന് അനുകൂലമായ മനോഭാവമാണ് പ്രധാനമന്ത്രിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്ന ദേശീയ മെത്രാൻ സമിതിയുടെ 34ാമത് പ്ലീനറി സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് കർദിനാൾ ഗ്രേഷ്യസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാപ്പയുടെ സന്ദർശനത്തിന് ഒരുക്കമായി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രോട്ടോകോൾ നടപടികൾ പൂർത്തീകരിക്കുന്നതോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകി. സിനഡിനായി കഴിഞ്ഞ വർഷം റോമിലെത്തിയ കർദിനാൾ ഗ്രേഷ്യസിനോട് മാർപ്പാപ്പ ഭാരത സന്ദർശനത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ജനസംഖ്യയിൽ ചെറുതെങ്കിലും 300ഓളം വരുന്ന ബിഷപ്പുമാരുടെ കീഴിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവരെന്നും കർദിനാൾ പറഞ്ഞു. I have spoken to the Prime Minister on a couple of occasions. My last meeting, I spoke to him specifically about the Pope's. The Pope is, I can say, the Pope is has indicated that he is interested. He would like to come to meet the Indian people, and the Prime Minister has said yes to that he would like. But we've got to get so lots of protocols has got to be done. The Prime Minister told me that we're searching a slot. So I want to tell you that because lots of preparatory work has got to be done, and I am personally hopeful. സംവാദം സത്യത്തിലേക്കും ദാനത്തിലേക്കുമുള്ള പാതയെന്നാണ് സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം. മതപരിവർത്തനത്തിലൂടെ വിവാഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് ഭാരത മെത്രാൻ സമിതി വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയസ് പറഞ്ഞു. ജാതിമത ഭേദമന്യേ എല്ലാവരുമായി സൗഹൃദ സംഭാഷണത്തിനൊപ്പം സഞ്ചരിക്കാനായിരിക്കണം പരിശ്രമമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലവ് ജിഹാദ് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. To another religion or another group is not permitted. It is with the freedom. You see, a lot of marriages are taking place. People with other faith. That is with the freedom. It should not be under compulsion. That's what I say. 54,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി 6 കോടിയോളം കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുന്നു. 20,000 ആതുരാലയങ്ങളും സഭയുടേതായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി 1,00,000-ലധികം വൈദികരും 1,00,000-ഓളം സന്യസ്തരും ആയിരക്കണക്കിന് അൽമായരും വിവിധ സംഘടനകൾ വഴി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സമാധാനപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് സഭയുടെ പരിശ്രമമെന്നും കർദിനാൾ വ്യക്തമാക്കി. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരെന്നും കർദിനാൾ പറഞ്ഞു. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200-ലേറെ ബിഷപ്പുമാരും ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCBC മദ്യവിരുദ്ധ സമിതിയുടെ 21 സംസ്ഥാന സമ്മേളനത്തിലാണ് തൃശൂരിൽ വേദിയായത്. DBCLC ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ ലഭ്യത കുറച്ചാലേ ബോധവൽക്കരണം ഫലം കാണുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നും അതിന് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ എന്ത് മദ്യവർദ്ധനത്തെക്കുറിച്ച് പറഞ്ഞാലും ബോധവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞാലും മദ്യത്തിന്റെ ലഭ്യത എവിടെയും സുലഭമായി ലഭിക്കുമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവിടെയാണ് ഗവൺമെന്റിന്റെ ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആവശ്യം. വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ സമ്മേളനത്തിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശങ്ക രേഖപ്പെടുത്തി. അതിഭയാനകമായ രീതിയിലാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും കൂടിയിട്ടുള്ളത്. പെൺകുട്ടികളിലടക്കം മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ പെൺകുട്ടികളിലടക്കം മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയിരിക്കുന്നു. അതിന് ഈ പറയുന്ന പല നേതാക്കന്മാരും അടിയിൽക്കോടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളടക്കം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് KCBC മദ്യവിരുദ്ധ സമിതി എന്നതിന് പകരം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ലഹരി വിരുദ്ധ സമിതി എന്നാകണം. കുട്ടികളിലടക്കം മയക്കുമരുന്ന് ധാരാളമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തില് വളരുന്ന തലമുറ മദ്യത്തെക്കാൾ
ഉമ്മൻചാണ്ടി സാറ് സൂചിപ്പിച്ചു, മദ്യത്തേക്കാൾ ദോഷപരമായും ബാധിക്കുന്ന ഈ മയക്കുമരുന്നിന് എതിരായ ബോധവൽക്കരണവും നിരോധനവും സാധ്യമാക്കാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഘട്ടം ഘട്ടമായി മയക്കുമരുന്ന് കുറച്ച് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ല. മദ്യത്തെ സംബന്ധിച്ച് പിന്നെയും പറയാം, ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരാം. മയക്കുമരുന്നിന് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരല്ല, പൂർണ്ണമായിട്ട് നിർത്താൻ ശ്രമിച്ചാൽ മാത്രമേ അത് കുറയുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരിക്കലും ഇല്ലാതാവില്ല. ഗുരുതരമായ ഈ പ്രശ്നങ്ങൾ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണം അനിവാര്യമാകുന്നതായി KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ മാർ യൂഹന്നാൻ തെയോഡേഷ്യസ് പറഞ്ഞു. കേരളത്തിൽ ഈ അവസ്ഥ, പ്രത്യേകിച്ച് മദ്യം, ലഹരി തുടങ്ങിയ കാര്യങ്ങളുടെ അവസ്ഥ വിനാശകരമായ ഒരു കാര്യം, അത് വലിയ വിപത്തുകൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മെ നോക്കി നിൽക്കുകയാണ്. ഒരു കൊറോണ വൈറസ് പോലെ ഇന്ന് അത് വ്യാപകമായി കഴിഞ്ഞു. ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുക, നാം തന്നെ അതിനെ പ്രതിരോധിക്കുക, സഭാത്മകമായി പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭ ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക. ഗവൺമെന്റ് തലത്തിലും സഭാതലത്തിലും സമൂഹങ്ങളിലും ഇടവകളിലുമൊക്കെ. അതിനുവേണ്ടിയാണ് ഇപ്രകാരം ഒരു സമിതി രൂപീകൃതമായത്. ഇന്ന് ഇത് 12 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളും ഇതിന് അടിമകളാണ്. ചെറുപ്രായത്തിലെ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. സ്കൂളിന്റെ ഒക്കെ ചുറ്റുപാടുകളില് മിഠായിയുടെ രൂപത്തില് മറ്റ് ചെറു പൊതികളുമായിട്ട് അനേകരെത്തുന്നു. രണ്ടാമത് നമ്മളെ ഭയപ്പെടുത്തേണ്ട മറ്റൊരു സംഗതി, ഒരു പക്ഷേ നാമൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ സത്യമാണ്, ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടിയിരിക്കുന്നു. നമ്മൾ പുരുഷന്മാരെ അല്ലെ പ്രായമുള്ളവരെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാംസ്കാരിക മാന്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്ന IT മേഖലയിലൊക്കെ വലിയ ഉദ്യോഗമുള്ള സ്ത്രീകള്, കൗമാരപ്രായക്കാര്, യുവതികള് ഇതിനടിമകളാണെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം, അടുത്ത തലമുറ എവിടേക്ക് പോകുന്നുവെന്ന് നമ്മൾ ഭയക്കണം. തലശ്ശേരി അതിരൂപതയിലെ മദ്യവിരുദ്ധ സമിതിയുടെ ഡയറക്ടറായ പ്രത്യേക മോൺസിഞ്ഞോർ പദവി ലഭിച്ച ഫാദർ തോമസ് തൈത്തോട്ടിലിനെ ചടങ്ങിൽ ഉമ്മൻചാണ്ടി ആദരിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രൂപതകൾക്കുള്ള ട്രോഫികൾ KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ മാർ യൂഹന്നാൻ തെയോഡേഷ്യസ് വിതരണം ചെയ്തു. ഈ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ട്രോഫി തൃശൂർ അതിരൂപത കരസ്ഥമാക്കി. 2ാം സ്ഥാനം തലശ്ശേരി അതിരൂപതയും 3ാം സ്ഥാനം ആലപ്പുഴ രൂപതയും കരസ്ഥമാക്കി. കേരളത്തിലെ 32 രൂപതകളിൽ നിന്ന് നിരവധി സന്യസ്തരും വൈദികരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കുവഹിക്കാൻ എത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.